G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി ആണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എറണാകുളം ജില്ലയിലെ എളമക്കരയ്ക്ക് സമീപമാണ് പേരണ്ടൂർ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1600 വർഷങ്ങളോളം പഴക്കമുണ്ട് പേരണ്ടൂർ ഭഗവതി ക്ഷേത്രത്തിന്. അനുഗ്രഹമരുളുന്ന കാർത്യായനി ദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. 8 വയസ്സുള്ള കുട്ടിയുടെ ഭാവമാണ് ഇവിടെ അമ്മയ്ക്ക്. വിവാഹ ഭാഗ്യത്തിനായി പട്ടും താലിയും നേരുന്നതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. പെരണ്ടു വീണു എന്നൊരു പദപ്രയോഗം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അതായത് അപ്രതീക്ഷിതമായി താഴെ വീണു, പെട്ടെന്ന് താഴെ വീണു എന്നർത്ഥം. ദേവി വിഗ്രഹം പെരണ്ടു വീണതുകൊണ്ടാണ് പേരണ്ടൂർ എന്നായത് എന്നാണ് ഐതിഹ്യം. അതിന്റെ കഥ വരുന്നത് ഇപ്രകാരമാണ്. തൃക്കുന്നപ്പുഴ ശാസ്താ ക്ഷേത്രത്തിൽ ഇടപ്പള്ളി വലിയ രാജാവ് ഉത്സവ നടത്തിപ്പിനായി എത്തിച്ചേർന്നു. രാത്രി ഉറങ്ങാൻ കിടന്ന രാജാവിന് ദേവിയുടെ സ്വപ്ന ദർശനമുണ്ടായി. ഇടപ്പള്ളി കോവിലകത്തുള്ള ശ്രീ ഗണപതി കുടികൊള്ളുന്ന കരയിലേക്ക് വരുവാൻ ദേവി ആഗ്രഹിക്കുന്നു എന്നും അതിനാൽ തൃക്കുന്നപ്പുഴയിൽ നിന്നും ദേവിയെ കൂട്ടിക്കൊണ്ടു പോരണമെന്നായിരുന്നു അരുളപ്പാട്. ഉറക്കമുണർന്ന തമ്പുരാൻ സ്വപ്ന ദർശനത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഇതേപ്പറ്റി പ്രശ്നം വപ്പിച്ചു നോക്കുകയും ചെയ്തു. ഇടപ്പള്ളിയിൽ കുടികൊള്ളുവാൻ ദേവി ഇഷ്ടപ്പെടുന്നതായി പ്രശ്നത്തിൽ കണ്ടു. തന്റെ മടക്കയാത്രയിൽ ഭഗവതി വിഗ്രഹവുമായി ഇന്നത്തെ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള കടത്തുകടവിൽ വലിയ രാജാവ് വന്നിറങ്ങി. സ്വരൂപത്തിലേക്കുള്ള യാത്രാമധ്യേ വിഗ്രഹം രാജാവിന്റെ കയ്യിൽ നിന്നും പെരണ്ട് താഴെ വീണു. ദുഃഖിതനായ തമ്പുരാൻ വീണ്ടും പ്രശ്നം വപ്പിച്ചു നോക്കി. വിഗ്രഹം വീണ സ്ഥലത്ത് കുടികൊള്ളുവാനാണ് ഭഗവതി ആഗ്രഹിക്കുന്നതെന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞു. ഇതോടെ വിഗ്രഹം വീണ സ്ഥലത്ത് തന്നെ ക്ഷേത്രം പണി കഴിപ്പിക്കുകയും വിഗ്രഹം പെരണ്ടു വീണ സ്ഥലമായതിനാൽ പെരണ്ടു വീണ ഊർ എന്നർത്ഥം വരുന്ന പേരണ്ടൂർ ആയെന്നാണ് ഐതിഹ്യം. ഭാർഗവരാമനാൽ സ്ഥാപിതമായ ക്ഷേത്രപ്രദേശമായതിനാലാണ് ഇവിടെ ദേവി വിഗ്രഹം വീണതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഭഗവതിയുടെ 9 രൂപങ്ങളിൽ 6ാമത്തേതാണ് കാർത്യായനി. നവരാത്രിയുടെ 6ാമത്തെ ദിവസം കാർത്യായനിയായ ഭഗവതിക്ക് പ്രത്യേക ആരാധനയുണ്ട്. പ്രപഞ്ചനാഥയായ സാക്ഷാൽ ആദിപരാശക്തി തന്നെയാണ് കാർത്യായനി. പ്രധാന വിഗ്രഹം കൃഷ്ണശിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റമ്പലത്തിൽ ശിവന്റെയും ഗണപതിയുടെയും പ്രതിഷ്ഠയും പുറത്ത് ശാസ്താവിന്റെയും യക്ഷിയുടെയും നാഗത്താന്മാരുടെയും ഉപപ്രതിഷ്ഠകളുമുണ്ട്. കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് പേരണ്ടൂർ ഭഗവതി ക്ഷേത്രം. ഇവിടെ ഭഗവതിക്ക് പട്ടും താലിയും നടക്കുവെച്ചാൽ വിവാഹം പെട്ടെന്ന് നടക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. പൂപ്പാറയും ബ്രാഹ്മണിപ്പാട്ടും ഇവിടുത്തെ മറ്റു പ്രധാന വഴിപാടുകളാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകാനായി ഉദയാസ്തമയ പൂജ നടത്തിയാൽ മതി. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ഇവിടെ വിശേഷമായി കൊണ്ടാടുന്നു. അന്ന് കാർത്തിക വിളക്കുകൾ കൊളുത്തുന്നതും ഭക്തർക്ക് അന്നദാനം നടത്തുന്നതും പതിവാണ്. 7000 കുടുംബങ്ങളുടെ മൂലകുടുംബ ക്ഷേത്രമാണിത്. മണ്ഡലകാലത്ത് 41 ദിവസം ബ്രാഹ്മണിപ്പാട്ട് വഴിപാട് നടക്കുന്നു. കുടുംബ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കുമായി പട്ടും താലിയും സമർപ്പിക്കുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. ഉത്സവത്തിന് പിടിയാനയെ എഴുന്നള്ളിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പേരണ്ടൂർ ഭഗവതി ക്ഷേത്രം. നവരാത്രി ആഘോഷവും വിജയദശമിയും വിദ്യാരംഭവുമെല്ലാം പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു. കുംഭമാസത്തിലെ മകം തൊഴലും വിപുലമായി കൊണ്ടാടുന്നു. മേടമാസത്തിലെ ഉത്രം നക്ഷത്രത്തിന് ആറാട്ട് വരുന്ന 8 ദിവസത്തെ ഉത്സവവും വിശേഷമാണ്. പരശുരാമൻ പണികഴിപ്പിച്ച 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് പേരണ്ടൂർ ഭഗവതി ക്ഷേത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.